പ്ലൈവുഡ് കമ്പനിയിൽ നിന്ന് ഇന്നോവ കാർ വാങ്ങിയ സംഭവത്തിൽ അശമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് NM സലീം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ. പ്ലൈവുഡ് കമ്പനി ഉടമകളിൽ നിന്ന് അശമനൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഹെഡ് ക്ലർക്കും ചേർന്ന് ആഡംബര ഇന്നോവ ക്രിസ്റ്റ കാർ സംഭാവനയായി സ്വീകരിച്ച സംഭവം UDF ഭരണസമിതിയിൽ വൻ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴി തുറക്കുന്നു. ഇതോടെ കോൺഗ്രസിനുള്ളിലെ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം വിവാദമായി. പഞ്ചായത്ത് വലിയ തുക പിഴയിട്ടിരുന്ന പ്ലൈവുഡ് കമ്പനിക്കാർ ആ തുക ഒടുക്കാതിരിക്കെയാണ് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും ചേർന്ന് ആഡംബര വാഹനം കൈപ്പറ്റിയത്. ഈ നടപടി മുന്നണിയുടെ പ്രതിച്ഛായ പൂർണ്ണമായി തകർത്തുവെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിൽ വാഹനം കമ്പനിക്ക് തിരിച്ചു നൽകണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിഷയം സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വിടുവാൻ പ്രസിഡന്റ് ശ്രമിച്ചതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. 14 അംഗ ഭരണസമിതിയിൽ പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ സ്വന്തം മുന്നണിയിലെ 3 പേരും പ്രതിപക്ഷത്തെ 4 പേരും ഉൾപ്പെടെ 7 പേർ വിയോജനക്കുറിപ്പ് നൽകി. ഭരണപക്ഷത്തെ പകുതി അംഗങ്ങൾ തന്നെ തിരിഞ്ഞതോടെ പ്രസിഡന്റിന്റെ ഭരണസമിതിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. MLA, മുഖ്യമന്ത്രി എന്നിവർക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇന്നോവ സംബന്ധമായിട്ട് അവിടെ ഒരു പ്രശ്നം ഇങ്ങനെ നീറി പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്ലൈവുഡ് കമ്പനിക്കാരാണ് ഈ ഇന്നോവ പഞ്ചായത്തിലേക്ക് കൊടുത്തെങ്കിൽ പോലും പഞ്ചായത്തിലേക്ക് കൊടുത്തു എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ പ്ലൈവുഡ് കമ്പനിക്കാർക്കെതിരെ നമുക്ക് യാതൊരുവിധ പരാതികളുമില്ല. പഞ്ചായത്ത് ഭരണസമിതിക്കും നമുക്കെതിരെയില്ല. പക്ഷേ അവരാ ഇന്നോവ കൊടുത്തത് 15 ലക്ഷത്തിന് ഇന്നോവ പഞ്ചായത്തിലേക്ക് കൊടുത്തതിൻ്റെ ആ ഒരു രീതി നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. INTUC സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് 5 വർഷം മുമ്പ് ഭരണസമിതി ഇരിക്കുമ്പോൾ ഒരു മറ്റേ ആംബുലൻസിൻ്റെ ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നായിരുന്നു. 24 മണിക്കൂറും സാധാരണക്കാർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഓടുന്നൊരു ഭരണ സംവിധാനം മറ്റേ ആംബുലൻസ് കൊണ്ടുവന്നായിരുന്നു. അത് കഴിഞ്ഞ ഭരണസമിതി നിർത്തലാക്കിയ ഒരു അവസരമാണിപ്പോൾ ഉള്ളത്. അത് തുടർന്ന് ഒരു ആംബുലൻസ് കൊടുത്ത് 24 മണിക്കൂറും സാധാരണക്കാർക്ക് വേണ്ടി ഓടിക്കാനുള്ള സംവിധാനമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുമായിരുന്നു. അത് ഈ പഞ്ചായത്തിലെ പ്ലൈവുഡ് കമ്പനിക്ക് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ക്രിമിറ്റോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണക്കാർ, അതായത് ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യാനൊരു സ്ഥലമില്ലെങ്കിൽ അവർക്ക് ദഹിക്കാൻ വേണ്ടി നമ്മളൊരു സംവിധാനം പഞ്ചായത്ത് സമിതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ക്രിമിറ്റോറിയം. ആ സംവിധാനം അവരുടെ വീടുകളിൽ ചെന്നിട്ട് ആളെ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. അതിപ്പോൾ നിർത്തലാക്കിയിരിക്കുകയാണ്, നിന്നുപോയി കഴിഞ്ഞ ഭരണസമിതി. അത് വേണമെങ്കിൽ നമുക്ക് തുടരായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അശമനൂരിലെ ആകെ ഒരു UP സ്കൂളാണ് അശമനൂർ സ്കൂൾ. ആ സ്കൂള് ഇപ്പോൾ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മേളിൽ ഇപ്പോൾ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷീറ്റ് വലിച്ച് കെട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അവിടെ ഒരു മേൽക്കൂര നിർമ്മിക്കാനോ അതൊക്കെ ഈ പ്ലൈവുഡ് കമ്പനിക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ ഏക്കുന്നം പോലുള്ള വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിട്ട് നിൽക്കുന്നൊരു അവസരമാണ്. അവിടെ ഒരു മറ്റേ കുടിവെള്ളം കെട്ടിവെച്ച് ഒരു ടാങ്ക് ഉണ്ടാക്കി അവിടെ സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ സമ്മതിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അശമനൂർ പഞ്ചായത്ത് ചെയ്യാനിരിക്കെ പ്ലൈവുഡ് കമ്പനിക്കാർക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ ഇന്നോവ പഞ്ചായത്ത് ഭരണസമിതി നമ്മൾ പറയുന്നില്ല, ഭരണസമിതി അംഗീകരിച്ചിട്ടില്ല, പഞ്ചായത്തിലേക്ക് ഒരു ഇന്നോവ പ്ലൈവുഡ് കമ്പനിക്കാർ കൊടുത്തതും അത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അറിയാതെ അതിൻ്റെ താഴെ 3ാമതൊരു ഉദ്യോഗസ്ഥൻ മേടിച്ചതിലാണ് നമുക്ക് പരാതിയുള്ളത്. അതെന്തുകൊണ്ട് മേടിച്ചു? ജനോപകാരപ്രദ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ ഇരിക്കെ ഈ 15 ലക്ഷത്തിൻ്റെ, അതായത് സെക്കൻഡ് ഹാൻഡ് ഒരു ഇന്നോവ 2019 ഒരു ഇന്നോവ പഞ്ചായത്തിന് കൊടുത്ത് ഈ പ്ലൈവുഡ് കമ്പനിക്കാർ ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ നേടിയെടുക്കാനുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഞങ്ങൾ ജനങ്ങളെ നേരിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഭരണം നേടിയെടുത്തത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി നിർത്തലാക്കിയ ആംബുലൻസ് സംവിധാനം, 24 മണിക്കൂറും ഉണ്ടാക്കിയ ആംബുലൻസ് സംവിധാനം നിർത്തലാക്കി. അത് നമ്മൾ ഭരണം കിട്ടിയാൽ നമ്മൾ നേടിയെടുത്ത് കൊടുക്കാം. അതുപോലെ ക്രിമിറ്റോറിയം ഇതൊക്കെ നേടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഭരണം നേടിയെടുത്തത്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയാതെ ആ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഇങ്ങനൊരു ഇന്നോവ സംവിധാനം പ്ലൈവുഡ് കമ്പനിക്കാർ പഞ്ചായത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു
ഒരു പിന്നാക്കം നമുക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല. ജനങ്ങളോട് നമുക്ക് സംസാരിക്കാനോ ജനങ്ങളോട് നമുക്ക് സമ്മതിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഈ അവസരത്തിലുള്ളത്. നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ അഴിമതിയല്ലേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ലാത്തൊരവസരമാണ് ഈ ചെയ്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, അശമനൂർ.